എങ്കിലും വളരെ പെട്ടെന്ന് ഒരു വൻവിജയമൊന്നും ലാംഗ്ലാങ്ങിന് ലഭിച്ചില്ല. 9 വയസ്സുള്ളപ്പോൾ ബീജിങ്ങിലെ പ്രശസ്തമായ സെൻട്രൽ കൺസർവേറ്ററി എന്ന സംഗീത സ്കൂളിൽ ചേരാൻ പോയി. പ്രാഗൽഭ്യമില്ല എന്ന കാരണത്താൽ അവൻ തിരഞ്ഞെടുക്കപ്പെട്ടില്ല. ഇതുപോലെ തന്നെയാണ് താൻ ജോലി ചെയ്തിരുന്ന പരസ്യ ഏജൻസിയിൽ നിന്നും ഭാവനയില്ല എന്ന കാരണത്താൽ വാൾട്ട് ഡിസ്നി പുറത്തായത്. അറിയാമോ വാൾട്ട് ഡിസ്നി ആരാന്ന്? എടാ പൊട്ട, ഡിസ്നി പ്രൊഡക്ഷൻ. ഇത് പുസ്തകത്തിലില്ലാത്തതാണ്. ഞാൻ നിങ്ങളോട് സംബന്ധിച്ചതാണ്. തുടരാം. ആ മനുഷ്യനാണ് പിന്നീട് സ്വന്തമായി ഒരു കമ്പനി തുടങ്ങിയതും മാർവൽ ലോകം മുതൽ സ്റ്റാർ വാഴ്സ് വരെ പുറത്തിറക്കിയതും. നിങ്ങൾ സ്വന്തം ഇക്കിഗായി തിരിച്ചറിഞ്ഞാൽ ചെയ്യേണ്ടത് ഇവയാണ്. അതിൽ ആദ്യത്തേത്, തുടക്കത്തിൽ തന്നെ ജീവിതം വിജയം കണ്ടെത്താനാവില്ല എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തത്, എല്ലാവർക്കും നിങ്ങളെ മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് തിരസ്കാരത്തെ നല്ല മനോഭാവത്തോടെ സ്വീകരിക്കുക. മൂന്നാമത്തത്, നിങ്ങളെ വിശ്വസിക്കുന്നവരെ കണ്ടുപിടിക്കുക. നാലാമത്തത്, അവസരങ്ങളെ മുതലെടുക്കുക. ഇനി ലാംഗ്ലാങ്ങിൻ്റെ കഥയിലേക്ക് തിരിച്ചു വരാം. ആദ്യത്തെ നിരാശയ്ക്ക് ശേഷം അവൻ്റെ സ്കൂളിലെ ഒരു അധ്യാപകൻ മൊസാൾട്ട് പിയാനോയിൽ വായിച്ച ഒരു സംഗീത കലശം അവനെ കേൾപ്പിച്ചു. എന്നിട്ട് അതിലെ ഒരു ഭാഗം വായിക്കുവാൻ ആവശ്യപ്പെട്ടു. ആ ഒരു ചെറിയ അഭിപ്രായ പ്രകാശനം അവനെ വീണ്ടും പിയാനോയോടടുപ്പിച്ചു. ആഗ്രഹം സഫലമാക്കാൻ സഹായിച്ചു. 9 വയസ്സുള്ളപ്പോൾ തന്നെ രണ്ടാമത്തെ ശ്രമത്തിൽ അദ്ദേഹം സംഗീത വിദ്യാലയത്തിൽ പ്രവേശിക്കുന്നതിൽ വിജയിച്ചു. അവിടുന്ന് ഇങ്ങോട്ട് ഗംഭീര പുരോഗതിയായിരുന്നു. പല അന്തർദേശീയ മത്സരങ്ങളിലും വിജയിയായി. 14-ാം വയസ്സിൽ ചൈനയിലെ പ്രസിഡന്റ് പങ്കെടുത്ത ചൈന ദേശീയ സിംഫണിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ലാംഗ്ലാങ് ഒറ്റയ്ക്ക് പിയാനോ വായിച്ച് ആയിരങ്ങളാണ് അതന്ന് റേഡിയോയിൽ കേട്ടത്. ലാംഗ്ലാങ്ങിൻ്റെ ജീവിതമാണ് ഇതെന്ന് മനസ്സിലാക്കിയ പിതാവ് അവൻ്റെ സംഗീത പഠനം ഒന്നുകൂടി മെച്ചപ്പെടുത്തുവാൻ വേണ്ടി അമേരിക്കയിലേക്ക് കൊണ്ടുപോയി. ഫിലാഡൽഫിയയിൽ ഒരു അധ്യാപകനെ കിട്ടിയതോടെ അവൻ്റെ ജീവിതഗതി തന്നെ മാറി. 17-ാമത്തെ വയസ്സിൽ അവൻ്റെ ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെട്ടു. ഇല്ലിനോയിലെ ഹൈലാൻഡ്സ് പാർക്കിൽ വെച്ച് നടന്ന പ്രശസ്തമായ റാവീനിയ ഉത്സവത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചു. ഇതിഹാസ പുരുഷനായ ആന്ദ്രേ വാട്സ് ആയിരുന്നു അവിടെ പിയാനോ വായിക്കേണ്ടിയിരുന്നത്. പെട്ടെന്നുണ്ടായ അസുഖം മൂലം അവസാന നിമിഷം അത് മാറ്റിവെച്ചു. സദസ്സിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു അറിയിപ്പുണ്ടായി. ഒരു 17-കാരനാണ് വാട്സിന് പകരം ചായ്കോ വാട്സയുടെ കൺസോൾട്ടോ നമ്പർ 1 വായിക്കുവാൻ പോകുന്നത്. ലാംഗ്ലാങ്ങിൻ്റെ കച്ചേരി അതിഗംഭീരമായിരുന്നു. പിറ്റേന്ന് ചിക്കാഗോ ട്രിബ്യൂണൽ എന്ന പത്രം അവനെ വിസ്മയിപ്പിക്കുന്ന, ആവേശമുണർത്തുന്ന അസാധാരണ പ്രതിഭ എന്ന് പുകഴ്ത്തി ഒരു താരം അവിടെ ജനിക്കുകയായിരുന്നു. 99% ക്ലബിലേക്ക് സ്വാഗതം. ലാംഗ്ലാങ്ങിൻ്റെ കഥ അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ്. അപ്പോൾ നമുക്കൊരു സംശയം തോന്നാം, തൻ്റെ ജീവിതം എന്തിനു വേണ്ടി മാറ്റിവെക്കണം എന്ന് 2-ാമത്തെ വയസ്സിൽ തന്നെ അവന് മനസ്സിലായി. അതൊരു അസാധാരണ കാര്യമല്ലേ? പിന്നെ 31-ാമത്തെ വയസ്സിലും തിണ്ടിത്തിരിഞ്ഞടക്കുന്ന ഞാൻ. നിങ്ങൾക്കിപ്പോഴും ജീവിതം കൊണ്ട് എന്തു ചെയ്യണമെന്നറിയില്ലെങ്കിൽ പരിഭ്രമിക്കേണ്ട. ഇതറിയാത്ത 99% യുവാക്കളുടെ ഒപ്പമാണ് നിങ്ങളും. യെസ്, ഓഫ് കോഴ്സ്, തീർച്ചയായും. ഇക്കിഗായി തിരയുന്നവരുടെ ക്ലബിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ജീവിതപാതകൾ തിരഞ്ഞെടുക്കുവാൻ പ്രത്യേക ഭൂപടമൊന്നുമില്ല. പിരിയുന്ന വഴികളിൽ വ്യത്യസ്തമായ സൂചകങ്ങളില്ല. പക്ഷേ എന്നെങ്കിലും ജീവിത ലക്ഷ്യം കണ്ടുപിടിച്ചാൽ പിന്നെ നിങ്ങൾക്ക് വഴിതെറ്റില്ല. നിങ്ങളുടെ ഇക്കിഗായി അതായിരിക്കും നിങ്ങളെ നയിക്കുന്ന വടക്ക് നോക്കിയ യന്ത്രം. ശരിയാണ്, നിങ്ങൾക്ക് സ്വയം പറയുവാൻ കഴിയും. പക്ഷേ ഇപ്പോഴും ഭാവിയിൽ എന്ത് ചെയ്യണം എന്നെനിക്ക് അറിയില്ലെങ്കിലോ? അതിനാണ് ഞങ്ങൾ ഈ പുസ്തകം എഴുതുന്നത്. ഞങ്ങളോടൊപ്പം നിൽക്കൂ, നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും. സോ ഫസ്റ്റ് ഭാഗം തീർന്നിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും പ്രസൻറ്റേഷനും നമ്മുടെ വീഡിയോയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിൽ യു പ്ലീസ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണം കേട്ടോ. താങ്ക് യു. ദിസ് ഈസ് സൈനിങ് ഓഫ് കാർത്തി. ഹാവ് എ ഗ്രേറ്റ് ഡേ വിഷസ്.